ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. വിവോക് മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. ചേലക്കര തോന്നൂർക്കരയിൽ വീണ്ടും കാട്ടാനയിറങ്ങി ഭീതി പരത്തി. 3 ആനകളാണ് ഇന്ന് സന്ധ്യയോടുകൂടി തോന്നൂർക്കര ചോലത്തൊടി ഉന്നതിയിൽ ഇറങ്ങിയത്. നാട്ടുകാർ ആശങ്കയിലായി. ഫോറസ്റ്റ് ഓഫീസർമാർ ഉടൻ തന്നെ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ തുരത്തിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഫോറസ്റ്റ് ഓഫീസർമാരുടെ സേവനം ഇവിടെ ലഭ്യമാകുമെന്ന് നാട്ടുകാർക്ക് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. കൂടാതെ ഈ പ്രദേശത്ത് ഒരു തെരുവു വിളക്ക് പോലും ഇല്ലാത്തത് നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വൈദ്യുതി ഓഫീസിൽ അറിയിച്ചിട്ടും നടപടിയെടുക്കാത്തത് നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കി. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും 3 ആന ഈ പ്രദേശത്ത് ഒരു 5:30-ക്ക് ശേഷം വന്നു നിൽക്കുകയും ജനങ്ങളെ വളരെയധികം പേടിയോട് കൂടിയിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ അത് അറിഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഓടി വരികയും ഫോറസ്റ്റ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പടക്കം പൊട്ടിച്ച് പരമാവധി ദൂരേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഫോറസ്റ്റ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ KSEBയുടെ ഒരു അനാസ്ഥ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ തന്നെ പല സ്ഥലങ്ങളിലും കേബിള് വലിച്ചിട്ട് അതൊന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദയോ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഒരു കടപ്പാടുണ്ടോ അത് ചെയ്യേണ്ടതാണ്. മാസങ്ങളായി പല പ്രാവശ്യം പറഞ്ഞിട്ടും KSEB അത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ ആന സ്ഥിരമായി ഇറങ്ങുന്ന ഈ പ്രദേശത്ത് മുഴുവൻ പോസ്റ്റുകളിലും നമ്മൾ ലൈറ്റ് വന്നിട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ ലൈറ്റ് കത്താത്തതിൻ്റെ കാര്യം ഒരു മരച്ചില്ല ഒരു മരത്തിനോടുകൂടി നിൽക്കുന്നു എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ്. പല പ്രാവശ്യവും നമ്മൾ നേരിട്ടും അത് ഫോണിലൂടെയും അവിടെ ചെന്നും പറഞ്ഞിട്ടും അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ ഇവിടുത്തെ KSEB ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റം പറയുകയല്ല, മറിച്ച് അവർക്ക് ആളില്ല, ജീവനക്കാരുടെ കുറവ്, അങ്ങനെ പല കാരണങ്ങളും പറയുകയാണ്. പക്ഷേ ഇത്രയും പേടിച്ച് ഇരുണ്ട് ഇരിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങളെ ഒന്ന് വെളിച്ചം കാണാനെങ്കിലും ഒരു സൗകര്യം ഈ KSEBയുടെ ഉദ്യോഗസ്ഥർ മനസ്സ് കാണിക്കണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് വാട്ടർ അതോറിറ്റി. ജനങ്ങൾ പല സ്ഥലങ്ങളിലും റോഡ് പുതിയതായി പണിത സ്ഥലങ്ങളിൽ മാസങ്ങളോളം വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകി പോവുക. അവിടെ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥർ കൈമലർത്തുകയാണ്. എന്നിട്ട് നിങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ലേ എന്നാണ് ചില ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർ നിസ്സഹായരാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പണിതതിൻ്റെ പണം തിരിച്ചു കൊടുക്കാൻ, ജോലിക്കാർക്ക് കൊടുക്കാൻ, കരാറുകാർക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ പണിയാൻ തയ്യാറാവാതിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ എന്ത് തന്നെയായാലും അധികാരികൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് പരമാവധി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ ഓഫീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഒന്നുകൂടിയും അത് ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് കാണണം, മറ്റുള്ള അധികാരികൾ, എൻ്റെ മുകളിലുള്ള അധികാരികൾ കാണണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.